Hello friends, welcome back to our channel. എല്ലാവർക്കും റിച്ചൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്, ഒരു ചോക്ലേറ്റ് ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും, 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും, ഒരു എഗ്ഗും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എഗ്ഗ് ഒന്ന് പൊട്ടിച്ചൊഴിക്കണം, ഒരു പാത്രത്തിലേക്ക് ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതൊരു സ്പൂണോ ഫോക്കോ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു 4-5 മിനിറ്റ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഇത് മൂന്നും നല്ലപോലെ മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് അരിച്ച് കൊടുക്കണം. അരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട കെട്ടി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇളക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരേ ഭാഗത്തേക്ക് തന്നെ ഇളക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതുപോലെ ഒരു പരുവത്തിലായിരിക്കും നമ്മുടെ ഡവ് നമുക്ക് കിട്ടുക. ഇതൊരു സ്പാച്ചിൽ വെച്ച് നമുക്ക് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മുടെ ബിസ്ക്കറ്റിൽ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ബിസ്ക്കറ്റിന് കണ്ടിട്ടില്ലേ, അവിടെ ഇവിടെയൊക്കെ ചെറിയ പഞ്ചസാരയൊക്കെ കടിക്കുന്നത്, അതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കണം. നല്ലപോലെ കുഴച്ചെടുക്കുക. ഞാൻ ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ പരന്ന തട്ടെടുത്തിട്ടുണ്ട്. അതിലല്പം ഓയിൽ തടവി വെക്കുന്നുണ്ട്. ഇതിലാണ് ഞാൻ നമ്മുടെ കുക്കി ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ചെയ്തെടുക്കാം. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതുമ്പോൾ വല്ല ഫോക്ക് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുന്നേ ഉള്ളൂ. എനിക്കിപ്പോൾ 7 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഈ വലിയ രീതിയിൽ ഉണ്ടാക്കുന്നത് 7 എണ്ണമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ബാക്കിയുള്ള ഡോ വെച്ചിട്ട് ഞാൻ ചെറിയ ബിസ്ക്കറ്റ് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്.
ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ അല്പം കൂടി പഞ്ചസാര ഒന്ന് വെതറി കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ മുകളിൽ ഇനി കുറച്ച് ചോക്കോ ചിപ്സ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ ഈ ടൈമിൽ. ഞാൻ ഇതുപോലത്തെ ഒരു പഴയ പാത്രത്തിനകത്ത് ഒരു തട്ട് ഇറക്കി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ലോ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. വളരെ സൂക്ഷിച്ച് വേണം ഇറക്കി വെച്ച് കൊടുക്കാൻ, കൈ പൊള്ളാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 20 to 25 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. വെരി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഈ പാത്രത്തിൻ്റെ അടപ്പിൻ്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലും ഒരു വെയിറ്റ് കയറ്റി വെക്കുന്നത് നല്ലതാണ്. ഒന്ന് ടൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് കയറ്റി വെക്കുന്നത്. ഇപ്പോൾ ഇത് 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. ഇപ്പം നല്ല പോലെ ബേക്കായിട്ട് നല്ല പോലെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. തൊട്ട് നോക്കിയാൽ ഇങ്ങനെ കൈകൊണ്ട് തൊട്ട് നോക്കിയാൽ ജസ്റ്റ് ഒന്ന് കുഴിഞ്ഞു പോകുന്ന പരുവത്തിലാണ് നമ്മുടെ ബിസ്ക്കറ്റ് കുക്കായിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഒരുപാട് അങ്ങ് ഹാർഡായി പോകാൻ നിൽക്കരുത്. ഇതിനി നല്ല പോലെ ചൂടാറിയാൽ നല്ല ഹാർഡായിട്ട് കിട്ടുന്നതാണ്. അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴിഞ്ഞു പോകുന്ന പരുവത്തിലാവുമ്പോൾ നമ്മളിത് എടുക്കേണ്ടത്. ഇപ്പോൾ എൻ്റെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ബാക്കി വന്ന ഡോ കൊണ്ട് ഞാൻ ഇതുപോലെ ചെറിയ രീതിയിലുള്ള ബിസ്ക്കറ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതുപോലെ ചെറിയ ഷേപ്സിലായിട്ട് തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ അടിഭാഗമൊക്കെ നല്ല പോലെ ക്ലീനായിട്ട് നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ ഞാൻ. ഇതേ അകമൊക്കെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്, നല്ല കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബിസ്ക്കറ്റിൻ്റെ ചോക്ലേറ്റ് ബിസ്ക്കറ്റിൻ്റെ അതേ ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ബിസ്ക്കറ്റാണിത്.